ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു കോമ്പിനേഷൻ, ഒരു ചെറിയൊരു കോമ്പിനേഷൻ ബിഗിനേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കോമ്പിനേഷൻ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ മിക്കവാറും യൂസ് ആവുന്ന ഒരു കാര്യമാണ് കോമ്പിനേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ മൂവ്മെന്റും അറിയാം, പക്ഷെ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നിങ്ങൾ നിന്ന സ്ഥലത്ത് നിന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒന്നിനൊപ്പം ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ഒപ്പോണന്റ് അറിയാം. നിങ്ങൾ ഒരു പഞ്ച് ചെയ്യുന്ന സമയത്ത് അയാൾ 3 പഞ്ച് നിങ്ങൾക്ക് ചെയ്യും. അപ്പൊ അയാൾക്ക് എന്താണ്, അയാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അയാൾ ഒരുപാട് കോമ്പിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കോമ്പിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് പഞ്ചസ് വരുത്തും. ഒരു ചെറിയൊരു ചാൻസ് കിട്ടി, ആ ചാൻസിൽ നിങ്ങൾക്ക് കയറി ഗോൾ അടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോമ്പിനേഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് നിങ്ങൾക്ക് മസിൽ മെമ്മറിയിൽ വരണം. ആ മസിൽ മെമ്മറിയാണ് നിങ്ങളുടെ റിഫ്ലക്സ് ആക്ഷൻ നിങ്ങൾക്ക് തരുന്നത്. സർ, അപ്പൊ ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1 and 2 വെച്ചിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. നിങ്ങൾക്ക് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ് ചെയ്യാൻ അറിയാം, ബൗൺസ് ചെയ്ത് മൂവ് ചെയ്യാൻ അറിയാം. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒപ്പോണന്റിനെ കയറി ആദ്യം അറ്റാക്ക് ചെയ്യണം. ഞാൻ ലൈറ്റ് ആയിട്ട് ബോഡിനെ ഫോർവേഡ് ബൗൺസ് ചെയ്തിട്ട് കയറുന്നു, ഫോർവേഡ് മൂവ് ചെയ്ത് കയറുന്നു, അതായത് സ്റ്റെപ്പിങ് ചെയ്ത് കയറി പഞ്ച് ചെയ്തു. ഞാൻ തിരിച്ച് ഞാൻ എന്ത് ചെയ്തു, ബാക്ക്വേർഡ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, ചില ഒപ്പോണൻസ് അതിന് കൗണ്ടർ പഞ്ച് 1 എന്നതിന്റെ ഗാർഡിൽ വാങ്ങി തിരിച്ച് 1, 2, അല്ലെങ്കിൽ അയാൾക്ക് എന്താണോ സ്യൂട്ടബിൾ ആയിട്ട് അപ്പൊ തോന്നിയത് അയാൾ പഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ അത് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അഗൈൻ ബാക്ക്വേർഡ് കയറുന്നു, എന്നിട്ട് അഗൈൻ 1, 2. ഇവിടെ സാഹചര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫോർവേഡ് കയറി അയാൾ അറ്റാക്ക് ചെയ്തു, അയാൾ അതിനെ ഗാർഡ് ചെയ്ത് തടഞ്ഞു. തിരിച്ച് അയാൾക്ക് ആണെങ്കിൽ തിരിച്ച് നമ്മളെ കയറി അറ്റാക്ക് ചെയ്യാം. ആ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ബാക്ക്വേർഡ് കയറുന്നു, എന്നിട്ട് 1, 2 എന്ന പഞ്ച് ചെയ്യുന്നു. ഇതാണ് സിനാരിയോ. ഇനി ഇത് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ 1, 1, 2, 1, 1, 2, 1, again 1, 1, 2, 1, 1, 2. ഫാസ്റ്റായി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പിനേഷൻ. എന്ത്? 1 സ്റ്റെപ്പ് ബാക്ക് 1, 2, 1 സ്റ്റെപ്പ് ഇൻ 1 ആൻഡ് സ്റ്റെപ്പ് ബാക്ക് 1, 2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പിനേഷൻ. ഇത് നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഞാൻ എന്നും പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളാണ്. പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ കാഫ് എൻഗേജ് ആവും, നിങ്ങൾ ആംഗിൾ ടൈറ്റ് ആവും. ആൻഡ് പഞ്ച് ചെയ്യുന്ന സമയത്ത് കൈനെ ഫ്രീ ആക്കിയിട്ട് വേണം പഞ്ച് ചെയ്യാൻ. മസിൽ പിടിക്കരുത്. ഇത്രയും കാര്യങ്ങൾ കെയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡെയിലി ഈ ഒരു മൂവ്മെന്റ് മിനിമം ഒരു 100 തവണ മിനിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ബേസിക്കലി ഒരു അമേച്ചർ ഫൈറ്റിൽ 1 and 2 ഈ 2 പഞ്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബാക്കി പഞ്ചസ് ഒന്നും വരത്തില്ല. ഇനിയിപ്പോ അവർക്ക് അറിഞ്ഞാൽ പോലും അതിനുള്ള ധൈര്യമില്ല. കാരണം അത് ക്ലോസ് റേഞ്ച് പഞ്ചസ് ആണ് ഈ നമ്മുടെ ഹുക്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലോസ് റേഞ്ചിൽ അവർ നിൽക്കില്ല. ഇപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോ ഈ 1 and 2 ആ പഞ്ചിനെ നിങ്ങൾ ഷാർപ്പാക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം.